ഹലോ, രാത്രി കാറിലാണ് കിടന്നുറങ്ങിയത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. രാവിലെ തന്നെ എഴുന്നേറ്റു കൊളുക്കുമലയിലേക്ക് പ്രഭാത ജീപ്പ് സവാരി 4 മണിക്ക് തുടങ്ങും. നേരത്തെ ജീപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ എത്തുന്ന ജീപ്പുകളിൽ എങ്ങനെയെങ്കിലും വിലപേശി സ്ഥാനം പിടിക്കണം. അവധി ദിവസമായതുകൊണ്ട് വലിയ തിരക്കായിരുന്നു. എന്നിരുന്നാലും ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിൽ ഒരു ജീപ്പിൽ 2 സീറ്റ് കിട്ടി. ബുക്ക് ചെയ്താൽ ഒരു ജീപ്പിന് തന്നെ വരുന്നത് 3500 രൂപയോളമാണ്. പക്ഷേ ബുക്കിംഗ് ഇല്ലാതെ വന്നതുകൊണ്ട് ഒരാൾക്ക് 1000 രൂപ വെച്ച് ചെലവായി. വൈകാതെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് റോട്ടിലൂടെ വണ്ടി മല കയറാൻ ആരംഭിച്ചു. കൊളുക്കുമല സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 8000 അടി മുകളിലാണ് അതുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ജൈവ തേയിലത്തോട്ടം. ഇടുക്കിയുടെയും തമിഴ്നാടിന്റെയും അതിർത്തി പങ്കിടുന്ന ഈ മനോഹര ഭൂമിയിലേക്കൊരു യാത്ര പോകണമെങ്കിൽ കുറച്ചധികം സാഹസികത തന്നെ കയ്യിൽ കരുതണം. 12 കിലോമീറ്റർ നീളുന്ന ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവ്. കല്ലുകളിട്ട പാതയാണ്. രാത്രിയിൽ കുലുങ്ങി മുകളിലെത്തുമ്പോഴേക്കും നമ്മളൊരു പരുവമായിട്ടുണ്ടാകും. ക്ലൗഡ് ബെഡിന് മുകളിലൂടെ ഉയർന്നു വരുന്ന സൂര്യോദയം, അതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. പക്ഷേ ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് മലയൊക്കെ കയറി ചെന്നപ്പോഴും ഒന്നും കാണാൻ പറ്റിയില്ല. കാലാവസ്ഥ മോശമായിരുന്നു. മുഴുവൻ കോടമഞ്ഞ് പുതച്ചു കിടക്കുന്നു. എന്നിരുന്നാലും അതും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ടുന്ന ഒന്നുണ്ട്. കൊളുക്കുമല ഏറ്റവും അപകടം പിടിച്ച ഒരിടം കൂടിയാണ്. കുട്ടികളായും മറ്റുമാണ് ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ബാരിക്കേഡുകളോ ഒന്നും തീർക്കാത്ത ഒരിടം. ഉന്തും തള്ളും ഉണ്ടായാൽ നിരവധി പേർ കൊക്കയിലേക്ക് പതിക്കാം. ജീവൻ പോലും നഷ്ടപ്പെടാം. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇതൊന്നും ശ്രദ്ധിക്കാത്തതെന്ന് മനസ്സിലാവുന്നേയില്ല. കുറച്ചുനേരം അവിടെ ചിലവഴിച്ചു. 7:30 ജീപ്പിലെത്തണമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് നടന്നു. അപ്പോഴേക്കും മഴ പെയ്യാൻ ആരംഭിച്ചിരുന്നു. ജീപ്പിൽ കയറി വീണ്ടും മലയിറങ്ങി. ചുറ്റുപാടും ഹാരിസൺ മലയാളത്തിന്റെ തേയിലത്തോട്ടം അതിഭംഗിയിൽ കാണാമായിരുന്നു. മലയിറങ്ങി താഴെത്തിയപ്പോൾ സമയം 9 ഇനി വീണ്ടും യാത്ര തുടരണം. ബാക്കി കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. രസകരമായ വീഡിയോസിന് ഫോളോ ചെയ്യൂ.